ഹായ് ഓൾ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേ കേക്കുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിലുമാണ് ഇന്നത്തെ കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിന് മെയിനായിട്ട് വേണ്ടത് ക്രീം മാത്രമാണ് കേട്ടോ. ക്രീം ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലത്തെ ഒരു കേക്ക് ഉണ്ടാക്കാം. ഒരു 150 രൂപ ചിലവിൽ നമുക്ക് ഇതുപോലത്തെ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ക്രീമിൻ്റെ കോസ്റ്റ് മാത്രമാണ് ഉദ്ദേശിച്ചത്. ഞാനിവിടെ ഒരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുത്തതാണ്. മോളുടെ ഫേവറേറ്റ് കേക്ക് ചോക്ലേറ്റ് കേക്കാണ്. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് കേക്കാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഡോൾ കേക്കിൻ്റെ പാൻ തന്നെയാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഡോൾ കേക്ക് ഇല്ലെങ്കിൽ റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. റൗണ്ട് ചെറുതായി കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഡോൾ കേക്കിൻ്റെ ബേസിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിഭാഗത്ത് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടർ പേപ്പറോ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ നോർമൽ നമ്മളിപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബട്ടർ ആഡ് ചെയ്യുമല്ലോ, ആ ബട്ടറിൻ്റെ ഷീറ്റോ ഒന്ന് താഴ്ഭാഗത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ഇളകി കിട്ടും കേട്ടോ. അതൊരു നല്ല ടിപ്പാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ അതെന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് നല്ലൊരു ബട്ടർ പേപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കേക്കിൻ്റെ ഇതിനൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. കോർണറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പേപ്പറും കൂടിയാണ് കേട്ടോ, ബട്ടറിൻ്റെ കൂടെ വരുന്ന ആ പേപ്പർ കേട്ടോ. ഞാനിവിടെ കേക്ക് 4 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ക്രീം ബീറ്റ് ചെയ്തത് സാധാ നോർമൽ ഫിയോന ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കലുണ്ട്. മധുരം ആവശ്യം ഉള്ളവർ മാത്രം അത് ചെയ്താൽ മതി. ഓൾറെഡി ഫിയോന ക്രീമിൽ നല്ല മധുരമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എക്സ്ട്രാ ആണ് കേട്ടോ ഈ മധുരവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കഴിഞ്ഞ തവണ കേക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് ഇതുപോലെ മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. കാരണം ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കുന്ന സമയത്ത് ചില സമയം അത് ഫ്ലോപ്പായി പോവാറുണ്ട്. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് ചെയ്ത് നോക്കിയാൽ മതി. നല്ലൊരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം അടുത്ത ലെയർ ഞാൻ ഇതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സൊക്കെ തികച്ച ഓപ്ഷണലാണ്. ഈ കേക്കിൽ പൊതുവേ നട്ട്സൊന്നും ഉണ്ടാവാറില്ല. ജസ്റ്റ് ക്രീം കൊണ്ടുള്ള ഒരു ഡെക്കറേഷൻ മാത്രമാണ് കേട്ടോ ഉണ്ടാവുക. അതാണ് ഈ കേക്കിന് മെയിനായിട്ട് ഹൈലൈറ്റ് കൊടുക്കുക. ഡോൾ കേക്ക്, ബാർബി കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നില്ലേ, അത് മെയിനായിട്ട് ആ ക്രീം കൊണ്ട് മാത്രം ചെയ്യുന്ന ഡിസൈനാണ് കേട്ടോ. ആദ്യം ചെയ്തതുപോലെ തന്നെ സെയിം ആയിട്ട് റിപ്പീറ്റേഷൻ ചെയ്യുക കേട്ടോ. കേക്ക് വെക്കുക, അതിന് മുകളിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം കേക്ക് ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ, എന്നാലാണ് നല്ല സോഫ്റ്റായിട്ട് കേക്ക് കിട്ടുക. ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ കേക്ക് ഹാർഡായി പോയതുപോലെ തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാൻ പറയുന്നത്. ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അത് നല്ലോണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് പഞ്ഞി പോലെ ആയിപ്പോകും കേട്ടോ. അതൊരു ലിമിറ്റ് വെച്ചിട്ടേ ആഡ് ചെയ്യാനും പറ്റുള്ളൂ. ഇത് മൊത്തം ലെയർ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൊത്തം ക്രീം ഇതുപോലെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ബോർഡിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്ര നേരം കേക്ക് അതിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്. ഇനി ബോർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ട്രോ എടുത്തിട്ടുണ്ട്. അത് സെൻറ്റർ ഭാഗത്തായിട്ട് കുത്തി കൊടുത്തതിന് ശേഷം ഒന്ന് മൊത്തത്തിൽ എടുത്തിട്ട് താഴോട്ടേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ പെർഫെക്റ്റായിട്ട് കിട്ടുക. ഞാനിവിടെ കേക്ക് മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിയോൺ പിങ്കാണ് ഷെയ്ഡ് വരുന്നത്. അതുതന്നെ ഫസ്റ്റ് ഡ്രോപ്പായിട്ട് ഒന്നും താഴത്തെ ലെയറിൽ ഒരു ജസ്റ്റ് ഒരു വൈറ്റിൽ നിന്ന് ചെറിയൊരു പിങ്ക് ഷെയ്ഡിന് വേണ്ടിയിട്ട് ഒരു ഡ്രോപ്സ് ഉപയോഗിച്ച് അതിൻ്റെ മുകളിലോട്ടേക്ക് വരുമ്പോൾ ഒരു 2 ഡ്രോപ്സും ഇട്ടിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടി ഷെയ്ഡ് ഡാർക്കായി. അതുപോലെ മൂന്നാമത്തെ ലെയറിലേക്ക് പോകുമ്പോൾ 3 മുതൽ 4 ഡ്രോപ്സ് വരെ ഇട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡിലേക്ക്, അതിൽ നിന്നും കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡിലേക്ക് വന്നത്. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ക്രീം മൊത്തം ചെയ്ത് കൊടുത്തത്. ഫ്ലവർ ഡിസൈൻ വേണ്ടിയിട്ട് നൂറിൻ്റെ നോസിൽ വെച്ചിട്ട് ചെയ്ത് കൊടുത്തതാണ്. ഇവിടെ നമുക്ക് എന്ത് ഡിസൈനും ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്ത് തരത്തിലുള്ള ക്രീമിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ആ ഒരു ഫ്ലവർ ഗൗണ് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ബാർബി കേക്ക് സെറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മോൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാർബി കേക്ക് വേണമെന്നും അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡ് വേണം എന്നുള്ളതൊക്കെ മോൾ തന്നെ ചൂസ് ചെയ്തതാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്. ഈ കേക്കിന് മെയിനായിട്ട് ക്രീമാണ് ഉപയോഗിക്കുക. സാധാരണ നോർമലി നമ്മൾ മറ്റു കേക്കിനെ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ക്രീം ഈ ഒരു കേക്കിന് ഉപയോഗിക്കാറുണ്ട്. ക്രീമൊക്കെ ഒഴിവാക്കിയിട്ട് കഴിച്ചാൽ മതി, ക്രീമൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്നാമത് നമ്മൾ കളറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ക്രീമും കൂടിയാണല്ലോ. അപ്പോൾ ക്രീമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ.
ഏകദേശം ഒരു ക്രീം മൊത്തത്തിൽ ഈ ഒരു കേക്കിനായിട്ട് തന്നെ വേണ്ടി വരും കേട്ടോ. കാരണം അത്രയ്ക്കും ക്രീം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കേക്കിൻ്റെ ഡിസൈൻ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇതുപോലെ അടുത്ത ലെയറിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ലെയറിന് 2 ലെയർ വന്നിട്ടുണ്ടായത് 1 ഡ്രോപ്സ് ഇട്ടിച്ച് കൊടുത്തതിൻ്റെ ആ ഒരു ഷെയ്ഡാണ്. സെക്കൻഡ് ലെയറിലേക്ക് പോകുമ്പോൾ 2 ഡ്രോപ്സ് ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിയോൺ പിങ്ക് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കളറ്. അതിൽ നിന്ന് കുറച്ചും കൂടി ഷെയ്ഡ് കൂട്ടി കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ലുക്കിലേക്ക് എത്താൻ പറ്റിയത് കേട്ടോ. ഒറ്റ ഷെയ്ഡിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ കുറച്ചും കൂടി ലുക്ക് ആയിക്കോട്ടെ, ഫോട്ടോയിൽ ഭംഗി കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു മെത്തേഡിൽ ചെയ്തതാണ്. അടുത്തതായിട്ട് ബാർബിനെയും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബാർബിനെ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്ലിം വെച്ചിട്ട് മൊത്തം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കേക്കിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടായിട്ട് പ്രത്യേകമുള്ളൊരു ബാർബിയാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ബാർബിനാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുക. സാധാരണ നോർമലി ആയിട്ടുണ്ടാകുന്ന ബാർബിനല്ല വെച്ച് കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ വരുന്ന ബാർബിനാണ് കേട്ടോ വെച്ച് കൊടുക്കുക. ഇത് കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഷോപ്പിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ബാർബിനെയും കൂടി നമുക്ക് കിട്ടുക. ഞാനിവിടെ ബാർബിൻ്റെ ഹെയറൊക്കെ ഒന്ന് പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. കാരണം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ കേക്കിലേക്ക് അത് മുട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് കുറച്ച് പൊന്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്രീമൊക്കെ ചെയ്ത് വരുമ്പോൾ അത് കേക്കിലേക്ക് ടച്ച് ആവണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഷെയ്ഡ് കുറച്ചും കൂടി ഡാർക്കറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ബാർബിനെ ഇറക്കി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. മൂന്നാമത്തെ ഷെയ്ഡും കൂടി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ബാർബിനെ ഒന്ന് താഴേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാർബിക്കും കൂടി ബാക്കി ഡ്രസ്സിങ്ങും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാകും കേട്ടോ. ഇതുപോലെ കേക്ക് ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ്. ഞാനിവിടെ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയത്. ചോക്ലേറ്റ് കേക്ക് 1 kg ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ഡിസൈനും കൂടി വരുമ്പോൾ ഏകദേശം 2 kg അടുത്തോളം ഈ കേക്കിന് വെയിറ്റ് വരും കേട്ടോ. ഇത്ര വെയിറ്റ് കൂടാനുള്ള കാരണം മെയിനായിട്ട് ഇതിൻ്റെ ക്രീമാണ് കേട്ടോ. ഇതിൽ ഏകദേശം 1 kg ക്രീമോ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് 1 kg പാക്കറ്റ് മൊത്തം ഈ ഒരു കേക്കിനായിട്ട് തന്നെ ആവശ്യം വരുമോ എന്നുള്ളത്. ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോസിലൊന്നല്ല, വെറും ഐസിങ് ബാഗ് കൊണ്ട് മാത്രം ചെയ്തെടുക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാർബി അതിലേക്ക് ടച്ച് ആവുന്നത് ആ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ബോൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. ഇതില്ലാണ്ട് തന്നെ കേക്ക് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഫിനിഷിങ് ലുക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെ ഒരു മാലയും അതുപോലെ തന്നെ ഒരു കാതലിയും വളമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്രീമിനെ കൊണ്ട് അതും സെറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ സ്റ്റോൺസ് വെച്ചിട്ട് അതും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എഡിബിൾ ആണ്, കഴിക്കാൻ പറ്റുന്ന സ്റ്റോൺസ് ആണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഷുഗറിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്.